പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി, വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഒരു കാറിൽ അവളുടെ ചേച്ചിയുടെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ, അവൾ ലൈവായി തന്നെ ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടുന്നതിന് മുമ്പിട്ട ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും പിരിയാൻ പറ്റില്ല, എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടുകയാണ്, നമ്മൾ സുഖമായി ജീവിക്കാൻ അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇനി ആരും തിരക്കി വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട ഒരു ലൈവ് വീഡിയോ വളരെ വിവാദമായിരുന്നു. പ്രത്യേകിച്ചും അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട ചേച്ചി, അച്ഛൻ്റെ സ്ഥാനത്ത് കാണേണ്ട ചേച്ചിയുടെ ഭർത്താവ്, അയാളുമായിട്ടുണ്ടാകുന്ന ഒരു അവിഹിത ബന്ധം, അതിനെ തുടർന്ന് ചേച്ചിയെയും ചേച്ചിയുടെ മക്കളെയും അനാഥമാക്കിക്കൊണ്ട് അയാളുമായി ഒളിച്ചോടുന്നു. അത് ലോകത്തെ മൊത്തം അനുവദിക്കാനും അറിയിക്കാനും ഒരു സഹതാപ തരംഗം കിട്ടുവാനും എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു. വളരെ വലിയ വിമർശനമാണ് ആ പെൺകുട്ടി ഏറ്റുവാങ്ങിയത്. കാരണം ഇത്തരം ബന്ധങ്ങൾ വീടിനുള്ളിൽ വളർന്നു വരുമ്പോൾ അത് ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഈ ബന്ധമെന്ന് പറയുന്നത് ഒരു പവിത്രമായ ബന്ധമാണ്. സഹോദരി സഹോദരൻ അല്ലെങ്കിൽ അച്ഛൻ മകൾ എന്ന പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധമാണ് ഭാര്യയുടെ സഹോദരിയുമായിട്ട് ഉണ്ടാകേണ്ടത്. അതിന് വിപരീതമായിട്ട് ഇങ്ങനെ ഒരു മോശം ബന്ധമുണ്ടായ അവൻ്റെ സുനയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തുണി ചുറ്റി കത്തിക്കണമെന്നാണ് പറയാനുള്ളത്. എന്തായാലും അങ്ങനെ ബന്ധമുണ്ടായി ആ പെണ്ണും അയാളുമായി ഒളിച്ചോടുന്നു. ഒരു ദിവസത്തിന് ശേഷം അവളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തും മൊബൈലും ഒക്കെ തട്ടിയെടുത്ത് വിറ്റ് ചിലവുകൾ നടത്തിയതിനു ശേഷം അയാൾ ആ പെൺകുട്ടി ഉപേക്ഷിക്കുന്നു. ആ പെൺകുട്ടി തിരിച്ചു വരുന്നു. ഇപ്പോൾ പറയുന്നത് നോക്കാൻ ആരുമില്ല, വീട്ടിൽ കയറ്റുന്നില്ല, അതുകൊണ്ട് ആകെ അവതാളത്തിലാണ്, ചേട്ടൻ എന്നെ ഉപേക്ഷിച്ച് പോയി, ഞാൻ മുസ്ലിം ആകുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും നാൾ അവൾ കളിച്ച കളി എന്ന് പറയുന്നത് അത് ആ കുടുംബത്തെ മാത്രം ബാധിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ മുസ്ലിം ആകുന്നു എന്ന് പറയുമ്പോൾ അതൊരു സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന രീതിയിലേക്ക് പ്രശ്നങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഇപ്പോൾ സമൂഹത്തിൽ വളർന്നു വരുന്നൊരു ഇസ്ലാമോ ഫോബിയ, അത് എങ്ങനെ വിൽക്കാമെന്ന് ഈ പെൺകുട്ടിയും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് അവിടെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഗോപൻ സ്വാമിയുടെ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് അട്ടിമറിക്കാൻ, ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം അട്ടിമറിക്കുവാൻ മുസ്ലിം തീവ്രവാദികൾ ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്നു, എന്നെ വീട്ടിൽ കയറ്റിയില്ല എങ്കിൽ ഞാൻ മുസ്ലിം ആകും. കാരണം ആ പെൺകുട്ടിക്ക് അറിയാം, ഒരു ഇസ്ലാമോ ഫോബിയ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. താൻ ഇസ്ലാം ആകുമെന്നൊക്കെ പറഞ്ഞാൽ ചില സംഘടനകളൊക്കെ ഇടപെട്ട് തന്നെ വീട്ടിൽ കയറ്റുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം ആ പെൺകുട്ടി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ കണ്ണിങ് ആയിട്ട്, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആ കുട്ടി ഞാൻ ഇപ്പോൾ മുസ്ലിം ആകും, ഇനി മുസ്ലിമായി ജീവിക്കും എന്ന് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ ആരോടെ ഒളിച്ചോടിപ്പോക്കോ, ഭാര്യ ചേച്ചിയുടെ ഭർത്താവിനുമായിട്ടോ അച്ഛനുമായിട്ടോ ആരുമായിട്ട് വേണമെങ്കിലും ഒളിച്ചോടിപ്പോക്കോ, പക്ഷേ ഇത്തരം ഒരു പ്രസ്താവനകൾ ഉണ്ടാക്കുമ്പോൾ, ഇത്തരം ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് എന്ന് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ സംഘപരിവാരങ്ങളും ക്രിസ്സംഖികളും ശ്രമിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് നിങ്ങൾ കടന്നു വരുമെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ചും ഇപ്പോൾ എന്ത് സംഗതി ഉണ്ടായാലും ആ സമുദായത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ഒരു സംഘം ആളുകൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ജാമിദിയെയും ആരിഫ് ഹുസൈനെയും പോലുള്ള കൂലിക്കെടുത്ത ആളുകളും അവർക്കൊപ്പമുണ്ട്. പ്രത്യേകിച്ചും ഈ അടുത്ത സമയത്ത് എറണാകുളത്ത് നടന്നൊരു സ്ഫോടനം, അതുമായി ബന്ധപ്പെട്ട് അതൊരു ക്രൈസ്തവ സമൂഹത്തിലുണ്ടാകത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളുടെ പേരിലാണെങ്കിൽ പോലും അത് ആദ്യം അങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് മുസ്ലിങ്ങളായിരിക്കും, അല്ലെങ്കിൽ അത് ഹമാസിനെ പിന്തുണയ്ക്കുന്നവരായിരിക്കും, അത് യഹോവയെ വിശ്വസിക്കുന്ന ആളുകൾക്കെതിരെ നടന്ന സ്ഫോടനമാണ് എന്നൊക്കെ പറയുവാൻ കേരളത്തിലെ ചില സാമൂഹിക ജീവികളും ബുദ്ധിജീവികളും ഒക്കെ മുന്നോട്ട് വന്ന കാലയളവ് കൂടിയാണ് ഇതെന്ന് ഓർപ്പിക്കുക. അപ്പോൾ ഇത്തരം സംഗതികളിൽ നിന്ന്, ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുവാനാണ് എനിക്ക് ഇത്തരം ആളുകളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.